ഹലോ ഗൈസ്, എല്ലാവർക്കും ത്രീപ്പേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഹാർദവമായ സ്വാഗതം. 2026 ആദ്യത്തെ യൂട്യൂബ് വീഡിയോ റെക്കോർഡിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു പുതുമയാർന്ന രീതിയിലേക്ക്, ഒരു പുതുമയാർന്ന അവതരണ ശൈലിയിലേക്ക് ഞങ്ങൾ കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ പ്രദേശങ്ങൾക്കും ഓരോ ഏരിയകൾക്കും അതിൻ്റെതായ ചരിത്രപ്രധാനമായ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഒരു കഥകൾ പറയാനുണ്ടായിരുന്നു. അത്തരം ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ടും ഉണ്ടായ ആ പേരിനാസ്പദമായ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് അതിപ്രശസ്തമായ മാവൂര് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞങ്ങൾ വിവരിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കാരണം മാവൂര് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഉയർത്തി നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അത് ആ പ്രൗഢിയോടുകൂടി നിന്നിരുന്ന ആ ഒരു നഗരത്തിന് ചെറിയ തോതിൽ മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് പോലും ഒരു ചെറിയ സംശയമുണ്ട്. കാരണം അവിടെ ഏറ്റവും പ്രശസ്തമായ ഗ്വാളിയർ റയോൺസിന്റെ മില്ലുണ്ടായിരുന്നു. അത് സമീപകാലത്തായിട്ട് പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടും അത് ഇന്ന് നാശോന്മുഖമായിട്ട് കൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് പതിറ്റാണ്ടുകളായി കഴിഞ്ഞു. എന്നിരുന്നാലും മാവൂർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഗതകാല സ്മരണകളെ പോലെ നമ്മൾ അറിയാതെ നെടുവീർപ്പിട്ട് പോവുകയാണ്. അപ്പൊ ആ മാവൂരിലേക്ക് പോകുന്ന സ്ഥലത്ത് പോകുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ ഞങ്ങളിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. എൻ്റെ പുറകുവശത്തായിട്ട് കാണുന്ന ഈ പച്ച നിറഞ്ഞ ഈ ചതുപ്പ് പ്രദേശം, ഈ ചതുപ്പ് പ്രദേശത്തിന് കൊണ്ട് ഒരു കഥ പറയാൻ. ഈ ചതുപ്പ് പ്രദേശം ഇവിടെ കളിമൺ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഓട്ടു നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്തു പോയ ഒരു വിശാലമായ വയൽ പ്രദേശമാണിത്. ഇന്ന് ഇത് കൃഷി സംബന്ധമായ മറ്റു ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ വെറുതെ അന്യാധീനപ്പെട്ടു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ നിസ്സഹായതയോടുകൂടി ഇതിന്റെ ആൾക്കാർ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ ഒരുപാട് ഉപയോഗപ്രദമായ രീതിയിലേക്ക് ടൂറിസം മേഖലകളുടെ ശ്രദ്ധ വരികയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി മത്സ്യകൃഷി, മത്സ്യ വളർത്തലോ അതല്ലെന്നുണ്ടെങ്കിൽ ബോട്ടിംഗ് പോലത്തെ വിനോദ സഞ്ചാര ഉപാധികളോ ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മുടെ നാടിന്റെ ഒരു സാംസ്കാരികമായ അവസ്ഥ കൊണ്ടോ രാഷ്ട്രീയത്തിന്റെ പിടിപ്പുകേട് കൊണ്ടോ ഏതായാലും ഇത് വളരെ ഒരു ശ്മശാന മൂകമായ അന്തരീക്ഷത്തിൽ കാടും വള്ളികളും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും വയൽ പ്രദേശങ്ങളാണ്. ഈ വയലിലൊക്കെ വെള്ളക്കെട്ടുണ്ടാവും. ഏത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കാലഘട്ടങ്ങളിലും എവിടെയും വെള്ളമില്ലാത്ത കാലങ്ങളിൽ പോലും വെള്ളക്കെട്ടായിട്ടുണ്ടാവുന്ന നല്ലൊരു ഭൂപ്രദേശമാണിത്. ഇത് ഒരുപാട് ഒട്ടനവധി അവസരങ്ങളിലേക്ക് നമുക്കത് വാണിജ്യ വ്യവസായ മേഖലകളിലേക്കൊക്കെ വഴി തുറക്കുന്ന ഒരു ഒട്ടനവധി പ്രൊജക്റ്റുകൾക്ക് ഇടവച്ചേക്കാൻ പറ്റുന്ന നല്ലൊരു ഇടം കൂടിയാണിത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതിങ്ങനെ കിടന്നു പോകുന്നുണ്ടല്ലോ എന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ അറിയാതെ നമുക്ക് എൻ്റെ മനസ്സിനൊരു വല്ലാത്ത വിഷമം തെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചതും പറയാൻ തുടങ്ങിയതും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പോലും ഈ മാവൂരിലേക്ക് പോകുന്ന ഈ ഒരു സ്ഥലത്തിലേക്ക് ഇപ്പൊ ചെറൂപ്പ എന്നൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത്. ചെറൂപ്പയാണ് വരുന്നത് കഴിഞ്ഞത്. ഈ ചെറൂപ്പയിൽ നിന്നും മാവൂരിലേക്ക് പോകുന്ന ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം ഉണ്ടാവും. ഈ 6 കിലോമീറ്ററിൽ ചെറൂപ്പ കഴിയുമ്പോൾ 2 സൈഡിലും ഇതേപോലെ മണ്ണെടുത്ത സ്ഥലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളെ കുറിച്ചിട്ട്, ഈ ചെറൂപ്പേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രപരമായിട്ട് ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നവരായിരിക്കും. ഓക്കെ.